ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ സൗമ്യ, മറിയമേ ട്രാവൽസ് ആൻഡ് ഹോളിഡേയ്സ്. അതായത് ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് GCC കൺട്രീസിൽ നിലവിൽ റെസിഡൻസ് വിസയിൽ നിൽക്കുന്നവർക്ക് സൗദി അറേബ്യയിൽ പോകാൻ കഴിയില്ലേ? നിലവിൽ പോകാൻ എന്താണ് ഒരു മാർഗം? തീർച്ചയായിട്ടും പോകാൻ കഴിയും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പേർക്കൊക്കെ സംശയങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അതായത് നിലവിൽ സൗദി അറേബ്യയിൽ ഒരു ടൈപ്പ് വിസയും വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ ഫാമിലി വിസിറ്റ് ആണെങ്കിലും മറ്റ് വിസിറ്റ് വിസയാണെങ്കിലും റെസിഡൻസ് വിസയാണെങ്കിലും പലരും ചേംബറിൽ വിസയ്ക്ക് കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ കേസുണ്ട്, പിന്നെ 2 വീക്സ് ആകാൻ പോകുന്ന കേസുണ്ട്. നിരന്തരം എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ അവിടെ നിന്ന് കോൺസുലേറ്റിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ, അറിയാൻ കഴിയുന്നുണ്ടോ എന്ന്. തീർച്ചയായിട്ടും നിലവിൽ ഇപ്പോൾ അവിടെ ഒരു വിസ, ഇപ്പം വിസിറ്റ് ആണെങ്കിലും ബിസിനസ് വിസിറ്റ് ആണെങ്കിലും ടൂറിസ്റ്റ് വിസ ആണെങ്കിലും ഒന്നും സൗദിയിൽ നിലവിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതെല്ലാം പഴയതുപോലെ വളരെ ഫാസ്റ്റായിട്ട് അപ്ഡേഷൻ കിട്ടുന്ന രീതിയിൽ ആകും. ഒരു 10 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 2 വീക്സിനുള്ളിൽ ആകുമായിരിക്കും അല്ലേ? ഇൻഷാ അല്ലാഹ് ആകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും, നിങ്ങളെപ്പോലെ തന്നെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ GCC കൺട്രീസിൽ നിൽക്കുന്ന റെസിഡൻസ് വിസയിലുള്ള ആരും തന്നെ ടെൻഷൻ ആകണ്ട. നിങ്ങൾക്ക് നിലവിൽ ഉംറ വിസയിൽ സൗദിയിലേക്ക് പോകാൻ കഴിയുന്നതാണ്. ഉംറ വിസയിൽ പോയി കഴിഞ്ഞാൽ 3 മാസം വരെ അവിടെ നിൽക്കുക, പിന്നെ തിരിച്ച് എക്സിറ്റ് ആണ്. ഈ ഉംറ വിസയിൽ പോയിട്ട് അവിടെ നിന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഒന്നും ഇല്ല കേട്ടോ. അത് മസ്റ്റായിട്ടും 3 മാസം കഴിയുമ്പോൾ എക്സിറ്റ് ആവുക തന്നെ വേണം. അപ്പോൾ GCC കൺട്രീസിലുള്ളവരാരും ടെൻഷൻ ആകണ്ട, നിങ്ങൾക്ക് പോകാൻ പറ്റും. ഉംറ വിസയിൽ നിലവിൽ പോകാൻ പറ്റും. ബാക്കിയുള്ള വിസകളൊക്കെ ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് വൈകാതെ ഉടനെ ആകുമെന്ന് തന്നെയാണ് കേൾക്കുന്നതും ആ ഒരു പ്രതീക്ഷയിലുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി പിന്നെ ചേംബറിലൊക്കെ വിസ കൊടുത്തിരിക്കുന്നവരും ആരും ടെൻഷൻ ആകണ്ട. ഇൻഷാ അല്ലാഹ് ഉടനെ ആകും. ഒരു 10 ഡേയ്സും കൂടെ, 10 വർക്കിംഗ് ഡേയ്സ് കേട്ടോ. വർക്കിംഗ് ഡേയ്സും കൂടെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും വിസയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റിലൊന്ന് അറിയിക്കണം. ഇപ്പോൾ ഈ സംശയങ്ങൾ ചോദിക്കുന്നവരും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കണം കേട്ടോ. അറിയാനുള്ളൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും വീണ്ടും എന്തുണ്ടെങ്കിലും ചോദിച്ചോളൂ. അറിയുന്ന കാര്യങ്ങൾ നിലവിലത്തെ അപ്ഡേറ്റ് വെച്ച് ഞാൻ പറയുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് മറ്റ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു, ബൈ.